ഹായ്, നമുക്കൊരു പഴയ വീഡിയോ കാണാം. അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇത് വെച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രം എടുത്തതാണ് ഈ വീഡിയോ. പൃഥ്വിരാജിനെ പറ്റിയാണ്. പൃഥ്വിരാജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരുന്ന സമയത്ത്, അതായത് പൃഥ്വിരാജ് ആദ്യം സിനിമയിലേക്ക് വരുന്ന സമയത്ത് പക്വതയില്ലായ്മ കൊണ്ട് പല രീതിയിൽ സംസാരിച്ചു എന്നും, എന്നാൽ കേൾക്കുന്നവർക്ക് നല്ല പക്വത തോന്നുന്ന സംസാരമാണ് പൃഥ്വിരാജിൻ്റെ. മുഖം നോക്കാതെ സംസാരിക്കുന്ന ഒരു രീതി പൃഥ്വിരാജിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഏജിൻ്റെ പ്രശ്നമായിരിക്കാം. പിന്നീട് എന്തോ എന്നറിയത്തില്ല, പലരാൽ ഒറ്റപ്പെടുത്തപ്പെടുകയും ഒരുപാട് രീതിയിൽ അപഹാസ്യനാവുകയും ചെയ്തൊരു വ്യക്തിയാണ് പൃഥ്വിരാജ്. അങ്ങനെ ചരിത്രമുണ്ട് പുള്ളിക്ക്. ഇതിലൊന്നും പെടാതെ ഇന്ദ്രജിത്ത് മാറി നിൽക്കുന്നു. സുകുമാരൻ്റെ മക്കളാണ് രണ്ടുപേരും. ഞാൻ പറയാതെ നിങ്ങൾക്ക് എന്നെ അറിയാം. ഏതായാലും ഈ വീഡിയോ ഒന്ന് കേൾക്കാം. വിശ്വാസം എനിക്ക് സിനിമ വ്യവസായ രംഗത്തുള്ളത് ദിലീപിന്റെ ഫാൻസ് ഉണ്ടല്ലോ, അവര് മറ്റ് നടന്മാരോട് തീരെ സഹിഷ്ണുത കാണിക്കാത്തവരാണെന്നും അവരുടെ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും ദിലീപിന്റെ ഒരു കൂട്ടം ചെന്ന് സിനിമയെ പരാജയപ്പെടുത്തുന്ന തരത്തിൽ കൂവാൻ വേണ്ടി പോകുന്നൊക്കെയുള്ള ഒരു വിചാരം സിനിമാ വ്യവസായമാണ്. പൃഥ്വിരാജിന്റെ ഒരു ചിത്രം ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ, അന്ന് അവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ പൃഥ്വിരാജ് ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോൾ പോകും. ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞു പോയാൽ ശരി, അയാളത് പറഞ്ഞത് ശരിയല്ല. ഇത് ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോൾ കൂടിയാൽ നീ പറയണ്ട ഇവിടെ. അതാണ് പരോക്ഷമായിട്ട് കുറെ ആൾക്കാർക്ക് എന്നോടൊരു വല്ലാത്ത വൈരാഗ്യം ദേഷ്യമൊക്കെ. അവരത് മെറ്റീരിയലൈസ് ചെയ്യുന്നത് ഓരോ സംവിധായകരെ വിളിച്ച് എന്നെ പറ്റി എന്തെങ്കിലും പറയുക, ഞാൻ ചെയ്യാതിരിക്കുന്ന ക്യാരക്ടേഴ്സ് എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യുക, എന്റെ പ്രോജക്റ്റ് എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ചോദിക്കാനുള്ള പറഞ്ഞത്, അതായത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് വലിയ വലിയ ആൾക്കാർക്കെതിരെയാണ്. ഞാനിവിടെ ആർക്കും ഒരു ഭീഷണിയൊന്നുമല്ല. ഞാനൊരു തുടക്കക്കാരനാണ്. ഞാൻ 10-12 സിനിമകൾ നിർണ്ണയിച്ച് പുതുമുഖമാണ്. ഞാൻ മലയാള സിനിമയ്ക്ക് ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഘടകം ഞാൻ ആയിരുന്നു. പൃഥ്വിരാജിനെ ഒതുക്കാനായിട്ട് ശ്രമിച്ചത് ആരാണെന്ന് അതിനകത്ത് വ്യക്തമല്ലേ? പേട്ടനാണ്. അപ്പൊ പേട്ടൻ ഈ ഒരു കാര്യം മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്നു. ജനപ്രിയ നായകൻ എന്ന് സ്വയമായിട്ട് ഒരു ഇതുമൊക്കെ ഇട്ടിട്ട് വന്ന പുള്ളിക്കാരനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് പൃഥ്വിരാജായിരുന്നു. എന്തുകൊണ്ടാണ്? കഴിവുള്ള ഒരു വ്യക്തി മുൻപോട്ട് വരുമ്പോൾ കള്ളത്തരങ്ങളും വൃത്തികേടുകളും മാത്രം സ്വതസിദ്ധമായ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയോട് ഒരു രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ ദേഷ്യം ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു ലൈഫ് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, സുകുമാരൻ്റെ മകനായി ജനിച്ച് അത്രത്തോളം അവരുടെ ആ ലൈഫ് സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുടുംബമാണത്. അവരൊരുപാട് കഷ്ടപ്പാടുകളിൽ കൂടെ മുന്നേറി വന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ മക്കളെ അവർ നന്നായി വളർത്തി ഉയർച്ചയിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ആ അമ്മ ഒരുപാട് രീതിയിൽ കഷ്ടപ്പെട്ടിരുന്നു, ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്തിരുന്നു. ഇന്നും സുകുമാരൻ മരണശേഷം ഒരുപാട് രീതിയിൽ ഒറ്റപ്പെട്ട് ഒത്തിരി വിഷമം അനുഭവിക്കുന്നുണ്ടല്ലോ. മക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ആ അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നല്ലൊരമ്മയാണ് സുകുമാരൻ്റെ വൈഫ്, നല്ലൊരമ്മയാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ ഈ കുട്ടികളെ ഒതുക്കാൻ വേണ്ടി ഇപ്പുറത്ത് വലിയൊരു പടയൊരുക്കം തന്നെ നടത്തിയിരുന്നു. കാരണം കഴിവുള്ള കുഞ്ഞുങ്ങളാണ്. അത് മാത്രമല്ല, അച്ഛനും അമ്മയും കലാകാരൻ തീർച്ചയായിട്ടും വരുമല്ലോ. ഇവരെ ഒതുക്കാൻ ശ്രമിച്ചവർ, ഇവരെ നശിപ്പിക്കാൻ ശ്രമിച്ചവർ, അവർക്കൊക്കെ എന്താണ് സംഭവിച്ചത്? കർമ്മ അവർക്കൊക്കെ കൊടുത്ത മറുപടി എന്തായിരുന്നു? എല്ലാവരും ഒന്നും ഞാൻ പറയത്തില്ല, 1-2 പേരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൂചന തരാം. ഒരാളിപ്പോൾ ചെയർ തന്നെ ഇരിപ്പാണ്. നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളിൻ്റെ ബോധമണ്ഡലത്തിൽ നിന്ന് പോലും ആ വൾഗറിസം പോകുന്ന നിലയിലേക്ക് അയാളെ ഒരു ചെയറിലേക്ക് കൊണ്ടുവന്നിരുത്തി കർമ്മ എന്നുള്ളതാണ്. ഇനി അടുത്ത് പേട്ടൻ്റെ കാര്യം പറയാം. പേട്ടൻ്റെ മനസ്സിലുള്ള ആ വക്രീയത, അത് സ്വന്തമായി പെൺകുട്ടിയുണ്ട്, ഒരു പെൺകുഞ്ഞിൻ്റെ പ്രയാസം എന്താണെന്ന് മനസ്സിലാക്കാതെ മറ്റൊരു പെൺകുട്ടിയെ, അതും ഒരു അച്ഛനും അമ്മയ്ക്കൊക്കെ ഉള്ള കുട്ടി തന്നെയല്ലയോ, അതിനെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത പേട്ടൻ പൃഥ്വിരാജിൻ്റെ കൂടെ താരതമ്യപ്പെടുത്താൻ പോലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത്രത്തോളം മോശമായ ഒരു ക്യാരക്ടർ മറ്റൊരു ജെന്യുവിനായ നല്ല കുടുംബത്തിൽ പിറന്നൊരു വ്യക്തിയെ അടിക്കാനും ഒതുക്കാനും ശ്രമിക്കുന്ന ഒരു ശ്രമമുണ്ടല്ലോ. കർമ്മ തന്നെയാണ് അതിന് മറുപടി കൊടുക്കുക. കിടത്തട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഇത് എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ഒരുപാട് ലിങ്കപ്പാണ്. ചില വൃത്തികെട്ട ജന്മങ്ങൾ, അതായത് കേസും വഴക്കും മോഷണവും കൊള്ളയും വിസ തട്ടിപ്പും ഒക്കെ ഉള്ള ചില ക്യാരക്ടറുകൾ നമ്മളെ പിന്തുടർന്ന് വരികയാണ്. നമ്മൾ ആ വശത്തൊന്നും പോകുന്നില്ല. വളരെ മോശമായ രീതിയിൽ നമ്മളെ പ്രചരണങ്ങൾ നടത്തുകയാണ്. ഇപ്പം പൃഥ്വിരാജ് നേരിട്ട പ്രചരണം ഇത് തന്നെയായിരുന്നു. ആരെയും മൈൻഡ് ചെയ്യത്തില്ല. അഹങ്കാരിയാണ് അവൻ. കാലം തെളിയിച്ചില്ലേ അഹങ്കാരം ആർക്കായിരുന്നു എന്ന്.
കാലം തെളിയിച്ചില്ലേ ആരാണ് ക്രിമിനൽ എന്ന്? കാലം തെളിയിക്കും എന്നുള്ളതാണ് എൻ്റെയും ഒരു വിശ്വാസം. ഈ ഒരു വിഷയം കണ്ടപ്പോൾ എനിക്കിത് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പറയാനാണ് എനിക്ക് തോന്നിയത്. ഒത്തിരി വിഷയങ്ങളുണ്ട് തന്നെ. എൻ്റെ അമ്മയെ ഉൾപ്പെടെ, എൻ്റെ മക്കളെ ഉൾപ്പെടെ, എൻ്റെ കുടുംബത്തെ ഒന്നാകാം എന്ന് വെച്ചാൽ അവരാരും തന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. അവരാർക്കും സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കണമെന്ന് പോലുമില്ല. ഞാനെന്ന വ്യക്തിയെ അടിച്ചുതാക്കാൻ, ഞാനെന്ന വ്യക്തിയെ ഇല്ലാണ്ടാക്കാൻ, എൻ്റെ കുടുംബത്തിനെ അത്രയും തന്നെ തലകുനിപ്പിക്കുന്ന രീതിയിലുള്ള മോശമായ, അവഹേളനപരമായ, അപകീർത്തിപരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ടീമുണ്ട്. ഇതിനെ കൂട്ടു നിൽക്കുന്നവർ മനസ്സിലാക്കാൻ ഒന്നേ ഉള്ളൂ. കാലം മാറി ചിന്തിക്കുകയും കാലം മാറ്റിക്കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെ പ്രതിയാണ് എന്നുള്ളതാണ്. അവനവൻ്റെ മക്കളുണ്ട്. ഇപ്പം ഈ പറയുന്ന പേട്ടൻ്റെ മക്കൾക്ക് എന്ത് പ്രിവിലേജ് ആണ് നമ്മുടെ സമൂഹത്തിലുള്ളത്? എന്താണ് അവർക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ്? ഒരു ബലാത്സംഗിയുടെ മക്കൾ എന്നുള്ള ടൈമിലല്ലേ? ഇതാണോ ഇദ്ദേഹത്തിന് കിട്ടുന്ന? സിനിമകളിലൊക്കെ തന്നെ മിക്കവാറും ബലാത്സംഗ സീനുകൾ അഭിനയിച്ച ആളുകളാണ് സുകുമാരനും ഒക്കെ. അദ്ദേഹത്തിൻ്റെ മകന് കിട്ടിയിരിക്കുന്ന പ്രിവിലേജ് എന്താണ്? അപ്പം അതിനെ കലയായി മാനസികമായി മനസ്സിലാക്കാനും റിയൽ ലൈഫിൽ കാണിക്കുന്ന ക്രിമിനലിസത്തിനെ അതായി അംഗീകരിക്കാനും നമ്മുടെ ജനങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നിലപാടുള്ള വ്യക്തികൾ കുറച്ച് അഹങ്കാരികൾ തന്നെയായിരിക്കും. ചില അഹങ്കാരങ്ങൾ അനിവാര്യ ഘട്ടത്തിൽ ആവശ്യമായ ഒരു കാര്യമാണ്. ആ അഹങ്കാരങ്ങൾ ഇല്ലാത്തവൻ വ്യക്തിയല്ല എന്ന് പറയും. സെൽഫ് റെസ്പെക്റ്റിനെ നിങ്ങൾ അഹങ്കാരം എന്നാണ് പറയുന്നതെങ്കിൽ ആ അഹങ്കാരം എനിക്കുമുണ്ട്, അത് പൃഥ്വിരാജിനുമുണ്ട്. അയാൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. ആ സെൽഫ് റെസ്പെക്റ്റാണ് നിങ്ങൾ കണ്ടത്. മറ്റാർക്കും മൂക്ക് കയറിടാൻ പറ്റാത്ത തരത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേരെ ആക്രമിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന മലനാടനിട്ടും കൊടുത്തു ഒരു പണി. എന്തായിരുന്നു? അനാവശ്യമായ പ്രചരണങ്ങൾ, കുപ്രചരണങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നിടത്തില്ലേ? ഈ സോഷ്യൽ മീഡിയ മുഴുക്ക കിടന്ന് ഏതൊക്കെ രീതിയിൽ അവഹേളിച്ചാൽ പോലും ഒരു വാക്കിൽ, ഒരൊറ്റ പ്രസ്താവനയിൽ പൃഥ്വിരാജ് അവരെ അടക്കി നിർത്തുന്നുണ്ടെങ്കിൽ ഹീസ് എ ജെന്യുവൻ ആൻഡ് ഗ്രേറ്റ് പേഴ്സണാലിറ്റി എന്ന് ഞാൻ പറയും. ഇത് പൃഥ്വിരാജിനെ പുകഴ്ത്താൻ പറഞ്ഞാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള നടന്മാരുടെ ഒക്കെ തന്നെ പേഴ്സണൽ ലൈഫും കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്യും. അവരുടെ ക്യാരക്ടറിനോ അവരുടെ സിനിമ അത് മാത്രമല്ല, ആ ഒരു കലയ്ക്ക് മാത്രമല്ല ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ അവരെന്താണ് എന്നുള്ളതും എൻ്റെ വിഷയമാണ്. ആ ഒരു ഇതിൽ പൃഥ്വിരാജിനെ ഒരു പടി ഞാൻ മകളിലേക്ക് കയറ്റി വയ്ക്കും. ബാക്കിയുള്ള സൂപ്പർ നടന്മാരുടെ ഒന്നും ക്യാരക്ടർ അല്ലാതെ അതൊരു പ്രത്യേക ലെവലിൽ പോകുന്നതിന് ഒരു കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. എന്നിലെ എന്നെ എനിക്ക് മല്ലികാമ്മയിൽ കാണാൻ സാധിക്കാറുണ്ട് പലപ്പോഴും. മുമ്പ് ഇതുപോലെ ഒരു തീവ്രമായ ആളുകളെ ആക്രമിക്കുന്ന ഒരു വൃത്തികെട്ട സാധനമുണ്ട്, വക്കീൽ, അഡ്വക്കേറ്റ്. അവരെ ഇതെടുത്ത് വെച്ച് പറയുന്നത് കേട്ടപ്പോഴും എനിക്കറിയാം അടുത്തെന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിട്ടും വളരെ ശക്തമായി ഞാൻ അതെടുത്ത് വെച്ച് പ്രതികരിച്ചതിൻ്റെ റീസൺ ആ അമ്മയോടുള്ള റെസ്പെക്റ്റാണ്. എന്തായാലും കാലം അവരാണ് ശരി എന്ന് തെളിയിച്ചില്ലേ, അതുപോലൊരു ശരി എനിക്കുമുണ്ട്. ആ ശരി തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും. ഓൾമോസ്റ്റ് തെളിയിച്ചത് തന്നെയാണ്. പക്ഷേ സ്റ്റിൽ അതിൻ്റെ പിന്നൊരുക്കങ്ങളിലാണ് ഞാനുള്ളത്. ഇതുമായി റിലേറ്റ് ചെയ്ത് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഈ സബ്ജക്റ്റ് ഞാൻ എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ നിലനിർത്തിയിട്ടുള്ളത്. നന്ദി, നമസ്കാരം.